നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഡെസേർട്സിനാണെങ്കിൽ പായസം, കേക്ക്, പിന്നെ കുറേ സ്വീറ്റ്സിനൊക്കെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യും. അന്നേരം പെട്ടെന്ന് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പാൽപ്പൊടിയോ പാലോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ പറ്റും. Hey guys, welcome to our channel Walkie Talkie, through the walks and talks of our life. Do like, share, comment and subscribe. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഞാൻ പാൽപ്പൊടി വെച്ചിട്ടുള്ള മെഷർമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് പാൽപ്പൊടി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് ആദ്യമായിട്ടൊരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു അര കപ്പ് പാൽപ്പൊടി എടുക്കുക. ഇനി അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ചൂടുവെള്ളം എന്ന് ഒരിക്കലെങ്കിലും പാൽപ്പൊടി വെച്ചിട്ട് ചായ ഇട്ടിട്ടുള്ള ആൾക്കാർ ചോദിക്കത്തില്ല. ബിക്കോസ് നമ്മൾ തണുത്ത വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഈ പാൽപ്പൊടി മൊത്തം കട്ട പിടിച്ചു പോകും. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ എടുക്കണം. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ പാൽ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ പാലിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ നിൽക്കട്ടെ എന്ന് എഴുതിയിട്ട് 2.5 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ പാൽപ്പൊടിയും പഞ്ചസാരയും ഈ ചൂടുവെള്ളത്തിലും പാലിലുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മിക്സായി അലിഞ്ഞ് ചേർന്ന് ഇതുപോലെ കണ്ടോ നല്ലൊരു മിക്സ്ചറായിട്ട് വരുന്ന രീതിക്ക് ആക്കിയെടുക്കണം. ഇനി ഇത് നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കും. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം നല്ല ലോ ആക്കിയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് കുറുകാൻ തുടങ്ങും. ഒരു 2 മിനിറ്റ്സ് മതിയാവും, അതിനുള്ളിൽ തന്നെ കുറുകി കിട്ടും. ഇനി നമ്മൾ ഈ മെത്തേഡല്ല യൂസ് ചെയ്യുന്നത്, പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് പാലിന് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനെ ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ച് അടുപ്പത്തോട്ട് വെച്ച് കുറുക്കുക. പക്ഷെ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പാല് കുറുകി വരാൻ ഒത്തിരി സമയം എടുക്കും. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ആ പാല് നമ്മൾ കുറുക്കുന്നതിനേക്കാളും കണ്ടൻസ് മിൽക്കിനൊരു ടേസ്റ്റ് കിട്ടുന്നത് ഈ പാൽപ്പൊടി യൂസ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽ വെച്ചിട്ടുണ്ടാക്കാം. പാലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ് പാലിന് 1/2 കപ്പ് പഞ്ചസാരയുടെ അളവ്, അത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുക. നമ്മൾ പാൽപ്പൊടി കുറുക്കിയെടുക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഒക്കെ എടുക്കത്തുള്ളൂ. പക്ഷേ പാല് കുറുകി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ചിട്ട് പിന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ കുറേശ്ശെ കുറുകി വന്നിട്ടുണ്ട്. ഇത്ര കുറുകിയാൽ മതി, കാരണം പിന്നെ അത് ഇനി തണുക്കുമ്പോൾ ഇനിയും കുറുകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുകയാണ്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മിക്സ്ചറില്ലേ, നമ്മളിപ്പോൾ ചൂടായിട്ടിരിക്കുന്ന മിക്സ്ചർ കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചർ ആവും. ഇപ്പം ഇൻ കേസ് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും കട്ട കട്ടുവാണെങ്കിൽ പേടിക്കണ്ട. നിങ്ങൾക്കിതൊരു തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു മിക്സർ ജാറിലിട്ട് അടിച്ചെടുത്താൽ ആ സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് കിട്ടും. നോർമൽ നമ്മുടെ ഇത് കിട്ടും. ഇനി ഞാനും ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ, ഇത് ഒട്ടും കമ്പൽസറി ആകാത്തൊരു സ്റ്റെപ്പാണ് ഈ നെയ്യ് ആഡ് ചെയ്യുന്നത്. പക്ഷെ അതൊരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു ഫ്ലേവറും കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആ ഒരു നമ്മുടെ ഇതിൻ്റെ ചൂടിൽ തന്നെ, ഈ മിക്സിൻ്റെ ചൂടിൽ തന്നെ ആ നെയ്യൂരി കിട്ടും. ഒഴുകുന്ന പരുവത്തിലുള്ള ഈ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് നേരം ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അതേ കൺസിസ്റ്റൻസി കിട്ടും. നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്